ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുകയാണ്. കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന മേരിക്കുട്ടിയുടെ ഭർത്താവിൻ്റെ തിരോധാനവും പോലീസ് അന്വേഷിക്കും. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജിക്കായി പോലീസ് 4 സംഘങ്ങളായി തിരച്ചിൽ തുടരുകയാണ്. MC ബോബൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബോബൻ, ഇന്നലെ വന്ന വാർത്തയാണ്, അതിൽ ഒരു ഇത് പടി പോലും അപ്ഡേറ്റ് ആയിട്ടില്ല വാർത്ത. കാരണം പോലീസ് അന്വേഷിക്കുന്നു എന്ന് തന്നെയാണ്. സജിയിലേക്ക് ഈ സംശയം വരാൻ കാരണം എന്താണ്? ഏത് രീതിയിലുള്ള അന്വേഷണം? ഈ 4 സംഘങ്ങളെന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? രാജേഷ്, ഇന്നലെയാണ് ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറത്തുവരുന്നത്. ഇരട്ട കൊലപാതകമാണ് എന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ തിരച്ചിൽ നടത്തിയത്. ഈ തിരച്ചിലിനൊടുവിലാണ് പച്ചടിയിലെ വീട്ടുവളപ്പിൽ നിന്നും മേരിക്കുട്ടിയുടേതും അതുപോലെ തന്നെ മകൻ റെജിയുടേതും എന്ന് സംശയിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഏതാണ്ട് 15 ദിവസത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടി മാത്രമേ കൊല്ലപ്പെട്ടത് ഇവർ തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ കഴിയൂ. എന്തായാലും ഇതൊരു ഇരട്ട കൊലപാതകത്തിലേക്കുള്ള സൂചന തന്നെയാണ് പോലീസിന് നൽകുന്നത്. ഇതിൽ സംശയിക്കുന്നത് മേരിക്കുട്ടിയുടെ മകൻ സജിയെയാണ്. സജിയും റെജിയും തമ്മിൽ പലപ്പോഴും വീട്ടിൽ വെച്ച് വഴക്കുണ്ടാകാറുണ്ടായിരുന്നു, ഒരുമിച്ച് മദ്യപിക്കാറുണ്ടായിരുന്നു. അയൽവക്കക്കാരും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം അയൽവക്കക്കാരും പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 2 ആഴ്ചയായി ഇരുവരെയും, മേരിക്കുട്ടിയെയും മകൻ റെജിയെയും കാണാതായിട്ടും സജിക്ക് പ്രത്യേക പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നാട്ടുകാരോട് ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത്. ഇതേ തുടർന്ന് നാട്ടുകാരാണ് മേരിക്കുട്ടിയുടെ മകളെ ഈ വിവരം അറിയിക്കുന്നത്. ഇവർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോലീസ് പച്ചടിയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ഇതിലിപ്പോൾ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ് ഈ കേസിലുണ്ടാകുന്നത് മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ 2018 മുതൽ കാണാതായിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ കേസുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണവും നടത്തിയിരുന്നു. എന്നാൽ ഇയാൾ എവിടെയാണ്, മാത്യു എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് സംബന്ധിച്ച് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മാത്യുവിന്റെ തിരോധാനവും പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. മാത്യുവിന്റെയും ഒരുപക്ഷെ അതും ഒരു കൊലപാതകത്തിലേക്കാണോ എത്തുന്നത് എന്നുള്ള സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതിനനുസരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജിക്കായി പോലീസ് വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. 4 സംഘങ്ങളായി തിരഞ്ഞ് ഇടുക്കിയിലെ തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെയാണ് തിരച്ചിൽ നടത്തുന്നത്. ഇയാൾ പോലീസ് എത്തുന്നതിന് അല്പം മുമ്പ് വരെ വീടിന് സമീപമുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് പോലീസിന് ഉറപ്പില്ല. എന്തായാലും ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സജിയെ കണ്ടെത്തിയത് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ 2 കൊലപാതകങ്ങളുടെയും അതോടൊപ്പം തന്നെ മാത്യുവിന്റെ തിരോധാനവും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ.